എന്താ രണ്ടാൾക്കും വേണ്ട ചോറ്. അവന് കഴിക്കാൻ പറയുമ്പോൾ അവനും വേണ്ട, പുതിയ ആളോട് കഴിക്കാൻ പറയുമ്പോൾ അവനും വേണ്ട. അതിനെന്തോ സങ്കടമുണ്ട്. എൻ്റെ കാല് വേദനയുണ്ട്, കാല് വലിച്ചാൽ നടക്കുന്നു. പാവം നമ്മുടെ അടുത്തടുത്ത് വന്നിരിക്കുകയാണ്. ഇത് കഴിച്ചോട്ടെ പറഞ്ഞ് കൊടുത്തതാണ്. വേണ്ട. അങ്ങോട്ടില്ലേ നോക്കി നിൽക്കണേ. ചോട്ടുമോനെ മാമൻ കഴിക്കടാ. അവൻ കഴിക്കേ, എന്നാലേ അവനും കഴിക്കുള്ളൂ. കഴിക്കടാ ചത്തു. അവനും വേണ്ട. എന്താ ചെയ്യുക? എൻ്റെ മകനും വേണ്ട, അവനും വേണ്ട, രണ്ടാൾക്കും വേണ്ട ചോറ്. ഞാൻ എൻ്റെ കൂടെ പോയി കിടന്നു. അവനെ അവൻ്റെ കൂടെ പോയി കിടക്ക് കുഞ്ഞോ. എൻ്റെ കൂടെ പോയി കിടക്കുമേനെ. അപ്പോൾ അവനൊറ്റയ്ക്ക് കിടക്കില്ലേ? അപ്പോൾ കേട്ടുമേനെ എൻ്റെ കൂടെ പോയി കിടന്നു. എൻ്റെ പോയി കിടക്ക്. ഞാൻ പോട്ടെ മാ. കുഞ്ഞോ കുഞ്ഞുമേനെ പോട്ടെടാ. രണ്ടാളും കൂടി കിടന്നോളുവോ? പാവം ഉറങ്ങണ്ട്, ഇല്ലാണ്ട് കിടക്കുന്നുണ്ട്. അതാ അവൻ്റെ പേര് പോലും അറിയില്ല വിളിക്കാൻ. എന്തുവാ കുഞ്ഞോ? കിടക്കുക, എൻ്റെ മകൻ കിടക്കുന്ന. ചോറ് വേണ്ടെങ്കിൽ രണ്ടാളും ഒരു ഭാഗത്ത് കിടന്നു കേട്ടാ. എനിക്ക് വയ്യ, ഒഴിയാനൊന്നും വയ്യ ഇപ്പോൾ. അവൻ നോക്ക് പാവം, മിണ്ടാണ്ട് കിടക്കണം നോക്ക്. എന്നെ പോലെയാണ്. ചോറും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്താൽ മതി. വേറെ ഒന്നും വേണ്ട. എൻ്റെ മകന് ഒഴിഞ്ഞു കൊടുത്താൽ മതി. എൻ്റെ മകന് വേറെ ഒന്നും വേണ്ട. എൻ്റെ മകന് അവൻ നോക്ക്, നല്ല കുട്ടിയെ കിടക്കണുണ്ട്. എൻ്റെ മകനായിട്ട് കിടക്കുന്നതാ. ചോട്ടുമാ ഞാൻ പോണു കേട്ടാ. എൻ്റെ മകൻ കിടക്കട്ടെ മോളെ. എനിക്ക് വയ്യ വെറുതെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുക. പോയി കിടന്നു. ചോറും വേണ്ട രണ്ടാൾക്കും. ഞാൻ എന്ത് ചെയ്യും? രണ്ടാളും നിശബ്ദമായിട്ടിരിക്കുന്നു. എന്ന് തന്നെ നിശബ്ദമായിരിക്കണേ. കുഞ്ഞല്ലേടി, എൻ്റെ കൂടെ പോയി കക്കടി. അമ്മക്കൂടെ കക്കടി സ്വത്ത് കിടക്കടി. സ്വത്ത് മണി കക്കടി. അതീട്ടാ ഞാൻ പോകുന്നുണ്ട്. പിന്നെ മാമു വേണ്ടല്ലോ, രണ്ടാൾക്കും മാമു വേണ്ടല്ലോ, രണ്ടാൾക്കും ചോറ് വേണ്ടല്ലോ.